ഓ ഒന്ന് പതുക്കെ നിക്ക്, നീ എന്നെ കൊല്ലാൻ പോവാ? സാറിനെന്തോ ചോദിച്ചു വല്ലവരും തല്ലിയോ? എന്തോന്നാടി ഇത്ര ഇരിക്കാൻ? നീരിറക്കാന്ന് എന്നോട് പറഞ്ഞേ. അതാവാൻ വഴിയില്ല. അല്ല ചേച്ചി, പകല് ടി വിയിൽ പരിപാടി ഒന്നും ഉണ്ടാകാറില്ലേ? ചിലപ്പോഴൊക്കെ കാണും. എന്തേ? ഒന്നുമില്ല. ഇവിടെ VCR ഇല്ലല്ലേ? ഇല്ല. ടിവിയുടെ ശല്യം കൊണ്ട് തന്നെ ബാബുവിന്റെ പഠിത്തൊരു കണക്കായിരിക്കുക. അങ്ങനല്ല, ഇപ്പൊ ഒരു സിനിമ കാണേ തന്നെ ഉടുത്തൊരുങ്ങി ബസ്സിൽ കയറി ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് എന്ത് പ്രയാസാ? ഒരു VCRന്റെ ആ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഞാനൊരു TV VCR വാങ്ങി 3-4 കാസറ്റ് എടുത്തു. വൈകുന്നേരം 2 കൂടെ വാ, നമുക്ക് വീട്ടിൽ നിന്ന് സിനിമ കാണാം. ഓഹോ, അത് ശരി. ഒരു കാര്യം ചെയ്യും, ഈ വീട്ടില് TV വീശാനാണെന്നൊരു ബോർഡ് എഴുതി ഗേറ്റിൽ കെട്ടിത്തോക്ക്, ആളെ കിട്ടും. ശ്രീധരൻ ഒന്ന് സൂയിക്കാൻ തന്നെ തീരുമാനിച്ച മട്ടുണ്ടല്ലോ. ആ പെൺകുട്ടിയുടെ മുമ്പിൽ എങ്ങനെ ആളാവാൻ പറ്റാന്ന് നോക്കാവൻ. ഓ പിന്നെ അല്ല, നിനക്ക് അവളെ കെട്ടാനോ മറ്റോ ഉദ്ദേശം ഉണ്ടോ? നിങ്ങൾ സിനിമ കാണാൻ വരുന്നുണ്ടോ? ഞങ്ങൾ വരണില്ല. എന്നാ വേണ്ട. പിന്നെ ആ വണ്ടി ശരിക്ക് കയറ്റം വലിക്കണില്ലല്ലോ. ആ സാറ് തന്നെ അരയിലൊരു കയറ് കിട്ടിങ്ങ് വലിച്ചാ മതി. മുതൽ പോയോ? മാ പൊങ്ങച്ചക്കാരനാവൻ. ഇന്നലെ ആള് പാവുക. അവന്റെ VCR-ഉം TV. I am Mr. Hernandez, the official interpreter. Welcome to the United States. Welcome to United States. Thank you. Thank you. Did you have a good flight? Hello? It's me. Oh, yes. I'm perturbed over the economic situation. Without it, the revolution will fail. Thousands will have died in vain, and soon a new dictator will seize power. Judge, we need money. What is the chief export of San Marcos? Dysentery. We grow bananas. I can only think of ways to bring the United States to give us money. Give me Sanchez. You must convince them. They will listen to you. Me? You're the president of San Marcos. Yes, over here. നീ ആ പപ്പടം ഞെടുക്ക്. വെള്ളം നല്ലോണം തുടച്ചിട്ടേ ചോറ് വിളമ്പിക്ക. അനിയന്റെ മോളോട് അമ്മയ്ക്ക് എന്തൊരു സ്നേഹ. പറയുന്ന അനുസരിക്കടി. ആ കുട്ടിക്ക് സമയത്തിന് കോളേജിൽ പോകേണ്ടതാ. അശ്വതി കുട്ടി ഇറങ്ങുന്നില്ലേ? അവക്കാണോ ഈ ചോറും പാത്രം? അവള് പോയി. പോയോ? യാത്ര പോലും ചോദിച്ചില്ല. നിന്റെ തറവാട്ടിലെ കൊച്ചല്ലേ, അത്രയ്ക്കൊക്കെ അല്ലേ വിനയവും മര്യാദ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഉണ്ടായിരിക്കുന്നുണ്ടോ? ഇത് തന്നെയായി പറഞ്ഞത്. എന്താ അമ്മ, അശ്വതി പോയോ? ഞാൻ കണ്ടില്ല ശ്രീധര. നിന്റെ അച്ഛൻ കണ്ടിട്ട് മിണ്ടിയതുമില്ല. അമ്മയോട് ഞാൻ പറഞ്ഞതല്ല നേരത്തെ എന്നിട്ട് റെഡി ആവണമെന്ന്. അവള് ഗ്രാജുവേറ്റ് പഠിക്കുന്ന കുട്ടിയാ. നേരത്തും കാലത്തും വല്ലതും കഴിച്ചില്ല, ആ കുട്ടിയുടെ പഠിപ്പെന്താവും? എന്താ അമ്മ ഇത്? നീ ഉണ്ടോ? ഞാനൊന്ന് പോയി നോക്കട്ടെ. അതൊരു ഭാഗ്യായി. ഞാൻ വിചാരിച്ചു ബസ് കയറി പോയി കാണുമെന്ന്. ഉച്ചയും എടുത്തിട്ടേ പോകാമെന്ന് അശോക് ചേച്ചി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആ മണ്ടിപ്പെണ്ണോട് പറഞ്ഞതാ. ലതേ, ഇപ്പോഴത്തെ കാലത്ത് ഹോട്ടലിൽ നിന്ന് വല്ലതും വാങ്ങി കഴിക്കാൻ പറ്റുമോ? വേണ്ട. വേണ്ടെന്ന് അല്ല, അങ്ങനെ പറഞ്ഞാ അശ്വതി ഉച്ചയ്ക്ക് എന്ത് കഴിക്കും? ഇത്രയും കാലം കഴിച്ചതൊക്കെ തന്നെ കഴിക്കും. ഇനിയിപ്പോ അങ്ങനെ പോരാ. കുഞ്ഞമ്മാവും പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചതാ അശ്വതിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കണമെന്ന്. എനിക്ക് വേണ്ടി ആരും അങ്ങനെ ബുദ്ധിമുട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇതിലിപ്പോ എന്താ ഇത്ര ബുദ്ധിമുട്ട് അശ്വതി കുട്ടി? അശ്വതി കുട്ടി ഞങ്ങൾ വാങ്ങിക്കേ. ഒരിക്കൽ പറഞ്ഞ മനസ്സിലാവില്ലേ? കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റത് അമ്മ ഇതൊക്കെ വെച്ചുണ്ടാക്കാൻ. അശ്വതി ഇത് വാങ്ങില്ലെന്ന് അറിഞ്ഞാ അമ്മയുടെ മനസ്സ് വിഷമിക്കില്ല അശ്വതി? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നെ ചൊല്ലി ആവശ്യമില്ലാത്ത ടെൻഷനൊന്നും ആർക്കും വേണ്ട. ഞാനൊരു പേയിങ് ഗസ്റ്റ് ആണെന്ന് കരുതിയാൽ മതി. വീട്ടിൽ താമസിക്കുന്നതിനും വല്ലതും കഴിക്കേണ്ടി വന്നാൽ അതിനും അങ്ങനെ എല്ലാത്തിനും ഞാൻ പണം തരും. അശ്വതി, നെഞ്ചി തറക്കുന്ന ഓരോ വർത്തമാനങ്ങൾ പറയരുത്. നീ എന്റെ സ്വന്തം കുഞ്ഞമ്മാവന്റെ മോളാ, അത് മറക്കണ്ട. എനിക്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മാസം അവസാനം ഞാൻ കാശ് തരും. അത് വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ അവിടെ താമസിക്കുന്നില്ലെന്ന് വെക്കും. എന്നോടാണോ കുട്ടി നീ ഇത് പറഞ്ഞത്? രക്തബന്ധത്തിന് നീ വില കൽപ്പിക്കുന്നില്ലെങ്കിൽ വേണ്ട. പക്ഷേ നിനക്ക് വേണ്ടി ജീവിതം തന്നെ ഒരു മരിപ്പറമ്പാക്കിയവനാണ് ഞാൻ. കടന്നു പോകൂ എന്റെ മുമ്പിൽ നിന്ന്. അച്ഛോ, എന്റെ പൊന്നച്ഛോ. ശ്രീകണ്ഠൻ കടന്നു വരണ്ടേ?
ചെല്ല് ഏ? ചെല്ല് ചേട്ടാ ചെല്ലാൻ. ഞാനില്ല. നിങ്ങൾ നോക്ക്, ഞാൻ കയറിക്കോളാം. എന്നാ നമുക്ക് നോക്കാം. എന്നോടാണോ കുട്ടി നീ ഇത് പറഞ്ഞത്? ഇത് കഴിച്ചു നോക്കുമോളെ. വേണ്ട, എനിക്കിത് മതി. ഒരെണ്ണം വേണ്ടാഞ്ഞിട്ടാ. എനിക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ അറിയണമെന്നുണ്ടെന്ന്. എന്നോടാണോ? ഇവിടെ ഇപ്പൊ വേറെ ആരാ ഉള്ളത്? അമേരിക്കയിലെ വിദ്യാർത്ഥികളൊക്കെ വർഗബോധമുള്ളവരാണോ? മൈൻഡ് യുവർ മാനേഴ്സ്. എന്താ കഴിച്ചോണ്ടിരിക്കുമ്പോ സംസാരിക്കുമെന്ന് അറിയില്ലേ? അറിയില്ലേ? പോയി പഠിച്ചിട്ട് വാ. ഇവിടെ ഞങ്ങൾ അങ്ങനെ സമയവും സന്ദർഭവും ഒന്നും നോക്കാറില്ല സംസാരിക്കാൻ. സ്റ്റോപ്പ് ഇറ്റ്. അയ്യടാ, ഭയങ്കര ജാറയാണല്ലോ. വേണ്ട വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. മാസാവസാനം വരെ കാത്തു നിൽക്കാൻ പറ്റില്ല. ബില്ലാണ്. ബ്രെഡിനും ജാമിനും ചായക്കും ചേർത്ത് ₹3.75. ടിപ്പ് തരാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതും വെച്ചോളൂ. അമ്മയും ഞാനും ലതയൊക്കെ ഇവിടുത്തെ വെയിറ്റേഴ്സ് ആണെന്ന് കരുതിയാൽ മതി. Are you paying the food? എന്താ ശിതര, എന്താ മോളെ? ആ, സാസർ പൊട്ടി. അതിന്റെ ₹3 കൂടെ ചേർത്ത് ₹6.75. എന്താ ശിതര? അല്ലമ്മേ, അവളെ നല്ല പറയാ, ഇവിടെ നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന് അവള് കാശ് തരാമെന്ന്. എങ്കിൽ പിന്നെ അപ്പപ്പോ ബില്ലെഴുതി കാശ് വാങ്ങിച്ചേക്കുമെന്ന് ഞാനും വിചാരിച്ചു. അത് നന്നായേ ഉള്ളൂ. എന്തൊരു ജാട! എന്റെ ശരിക്കുള്ള സ്വഭാവം ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് പോടാ. ഒരു കാര്യം പറയുന്ന സമ്മതിക്കില്ലേ? ഇല്ല, പോണം. എന്നാലും ബില്ല് എഴുതി കൊടുക്കാന്നൊക്കെ പറഞ്ഞ അങ്ങനെ കളിയാക്കാൻ പാടുണ്ടോ? എനിക്ക് അത്രമാത്രം സങ്കടം വന്നിട്ടമ്മേ. നമ്മളൊക്കെ അവൾക്ക് അന്യരാണെന്നുള്ള വിചാരം കൊണ്ടല്ലേ അവൾ അങ്ങനെ പറഞ്ഞത്. ഇപ്പോഴത്തെ കുട്ടിയൊക്കെ സ്വന്തം ബന്ധം എന്നൊക്കെ പറഞ്ഞ ഒന്നും മനസ്സിലാവില്ല ശിതര. അവൾക്കാണെങ്കിൽ ഇവിടുത്തെ ഭക്ഷണം ഒന്നും പിടിക്കുന്നുമില്ല, ഒന്നും കഴിക്കുന്നുമില്ല. എരിയും പുളിയുള്ള നല്ല ഭക്ഷണം കഴിച്ച് ശീലമില്ലാഞ്ഞിട്ടായിരിക്കും. ഇപ്പൊ തന്നെ അതിന് ജീവനില്ല. ഒന്നും കഴിക്കാതെ വല്ല സൂക്കരം പിടിച്ച രാമേന്ദ്രൻ എന്നോടാ ചോദിക്കുക, നമുക്കിപ്പോ തല്ലിക്കഴിപ്പിക്കാൻ പറ്റുമോ? എന്താ ഇഷ്ടം ചോദിച്ചിട്ട് ഒന്നും പറയുന്നുമില്ല. ഇപ്പൊ തന്നെ റൊട്ടി കഴിക്കാൻ കത്തിയും മുള്ളില്ലെന്ന് ചോദിച്ചു. കത്തിമുളി ഞാൻ മാറ്റണ്ടേ? അതുകൊണ്ട് എന്താ കാര്യം? അതിന്റെ കൂടെ അതിന് ചേരുന്ന ഭക്ഷണം വേണ്ടേ? പരിഷ്കാരമുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ നീ വല്ലവനും വിളിച്ചോണ്ട് വാ. പരിഷ്കാരമുള്ള ഭക്ഷണം എന്ന് വെച്ചാ കത്തിയും മുള്ളും ഉപയോഗിച്ച് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം. അതൊക്കെ പിടിക്കുമായിരിക്കും. അതിനിപ്പോ ആരെ കിട്ടുക?